ഇന്നിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത് എൻ്റെ മോർണിംഗ് റൂട്ടീനാണ്. അപ്പോൾ ഇത് രാവിലെ തന്നെ ഞാൻ ഡോറൊക്കെ തുറന്ന് പത്രം എടുത്ത് വെക്കും കേട്ടോ എന്നും. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് ബാൽക്കണിയിൽ പോയി നിൽക്കും. ബാൽക്കണിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഭയങ്കര രാവിലെ തന്നെ മനസ്സിനൊരു പോസിറ്റീവ് എനർജിയൊക്കെ കിട്ടാറുണ്ട്. പിന്നെ ഞാൻ അടുക്കളയിലോട്ട് പോകാറുള്ളൂ കേട്ടോ. ഇതിപ്പോൾ എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഞാൻ കുറച്ച് ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ വീഡിയോസും കണ്ട് ഒന്ന് ലൈക്കും സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്യണേ. എന്തെങ്കിലുമൊക്കെ ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻറ്റിൽ കൂടെ ഒന്ന് അറിയിക്കണേ. അപ്പോൾ ഇത് രാവിലെ തന്നെ ചായ ഇട്ട് തന്നെ തുടങ്ങാമല്ലേ. അപ്പോൾ ചായ റെഡിയാക്കുന്നുണ്ട്. നല്ല അടിച്ച് പതിപ്പിച്ച ചായ ഒത്തിരി ഇഷ്ടമാണ്. അങ്ങനെ ഡെയിലി ഇങ്ങനെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചായ ഒന്നും കുടിക്കാറില്ല. ചില ദിവസങ്ങളിൽ ഒക്കെ തോന്നുമ്പോൾ അങ്ങനെ ചായ കുടിക്കാറുണ്ട്. ചായയായിട്ട് കുറച്ച് നേരം പിന്നെ ഹോളിലിരുന്ന് പത്രമൊക്കെ വായിച്ച് അങ്ങനെ ഇരിക്കുന്നത് അതൊരു ഡെയിലി ഉള്ള റുട്ടീനാണ്. ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും തലേ ദിവസം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ദോശയുടെ മാവുണ്ട്. അപ്പോൾ പിന്നെ സാമ്പാറും ഒരു തക്കാളി ചട്നി ഉണ്ടാക്കിയാൽ രാവിലത്തെ പണിയാൻ കഴിയുമല്ലോ. അപ്പോൾ സാമ്പാറൊക്കെ നിങ്ങളൊക്കെ ഡെയിലി വീട്ടിലുണ്ടാക്കുന്നതാവുമല്ലോ എല്ലാവരും. അപ്പോൾ അത് എൻ്റെ റെസിപ്പി കുറച്ച് വ്യത്യസ്തം ഉണ്ടാവുമല്ലോ. സാമ്പാർ തന്നെ പലരും പല രീതിയിലല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഈ റെസിപ്പി നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെയാണ്. പരിപ്പ് വേവിക്കുക, അതിലോട്ട് പച്ചക്കറി കഷ്ണങ്ങളിടുക, പിന്നെ സാമ്പാർ പൊടിയും മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയും ഇട്ട് നല്ലപോലെ വേവിച്ചെടുക്കും കേട്ടോ. അതവിടെ ഇരുന്ന് വേകട്ടെ. ആ സമയത്ത് കുറച്ച് തക്കാളി ചട്നി ഉണ്ടാക്കാം. ഈസി ആയിട്ടുള്ളൊരു തക്കാളി ചട്നിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്, അധികം അലങ്കാരപ്പണികളൊന്നും ഇല്ലാതെ. അപ്പോൾ ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. സവാളയും തക്കാളിയും വറ്റൽമുളകും കുറച്ച് ഉപ്പിട്ട് ഒന്ന് മൂടി വെച്ചൊന്ന് കുറച്ച് നേരം അതൊന്ന് വേവിച്ചെടുക്കുക. അതവിടെ ഇരുന്ന് വേകട്ടെ. അത് നമ്മുടെ സാമ്പാറിലുള്ള എല്ലാ പച്ചക്കറി കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് പുളിവെള്ളം പിഴിഞ്ഞൊഴിക്കും. പിന്നെ ഇന്നത് കടുക് താളിച്ചൊഴിക്കുക. ഇത്ര തന്നെയാണ് എൻ്റെ സാമ്പാർ. എല്ലാവരും പലതരത്തിലുള്ള സാമ്പാറായിരിക്കുമല്ലേ ഉണ്ടാക്കുന്നത്. ഞാൻ ഉണ്ടാക്കുന്ന ഈ രീതിയാണ്. ഇവിടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ്. ഞാൻ പക്ഷേ ഇപ്രാവശ്യം ഉണ്ടാക്കിയ സാമ്പാർ പൊടി കുറച്ച് തമിഴ്നാട് സ്റ്റൈലിലെ സാമ്പാർ പൊടിയായിരുന്നു. അപ്പോൾ ആ ഒരു തമിഴ്നാട് ടച്ചും കൂടെ കിട്ടുന്ന ഒരു സാമ്പാറായിരുന്നു കേട്ടോ ഇപ്രാവശ്യം ഉണ്ടാക്കിയത്. എന്തായാലും നല്ലതായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ ഒരു വ്ളോഗിങ് ഒക്കെ ചെയ്യണമെന്ന് യൂട്യൂബിൽ. പക്ഷേ മടി കാരണവും ഒരു സ്റ്റാർട്ടിങ് എങ്ങനെ തുടങ്ങുന്നൊന്നും അറിയാത്ത കാരണം അങ്ങനെ നീണ്ടുപോയതാണ്. ഇപ്പോൾ ഇത് തോന്നിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടു നോക്കുക. അപ്പോഴേ നമ്മുടെ പറഞ്ഞ് സാമ്പാറൊക്കെ റെഡിയായിട്ടുണ്ട്. ഇനി തക്കാളി ചട്നിയും കൂടെ റെഡിയാക്കിയാൽ മതിയാവും. തക്കാളി ചട്നി എല്ലാം നല്ലപോലെ തണുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. ഇങ്ങനെ തന്നെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ഇന്നിപ്പോൾ ഇതിൽ കുറച്ചൊന്ന് താളിച്ചും കൂടെ ഒഴിക്കുന്നുണ്ട്. ഇവിടെ മക്കൾക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ തന്നെ തക്കാളി ചട്നി. എൻ്റെ ഇളയ ആൾക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പണ്ടൊന്നും എനിക്ക് തക്കാളി ചട്നി ഉണ്ടാക്കാനേ അറിയില്ലായിരുന്നു. ഞാനപ്പോൾ തേങ്ങാ ചമ്മന്തി മാത്രമാണ് ഉണ്ടാക്കുക. ഇതിപ്പോൾ ഇങ്ങനൊരു ഈസി റെസിപ്പി കണ്ടപ്പോൾ പിന്നെ ഇത് ട്രൈ ചെയ്തപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. ഇപ്പോൾ ഡെയിലി ദോശയ്ക്ക് ഞങ്ങളെ വീട്ടിൽ തക്കാളി ചട്നി ഉണ്ടാവും. ദോശയ്ക്കൊക്കെ ഇത് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇത് നല്ലപോലെ തന്നെ നെയ് റോസ്റ്റ് ആക്കിയിട്ടാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. നെയ് റോസ്റ്റ് നമ്മളിതുപോലെ പരത്തുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലാണ് തീ വെക്കുകയാണെങ്കിൽ ഇതുപോലെ പരന്ന് വരാറില്ല കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളിതിൽ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് പരത്തിയതിന് ശേഷം പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് തൂത്ത് കൊടുക്കുക. നെയ്യ് തൂത്തിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതേ കണ്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ള, നല്ല ക്രിസ്പി എന്ന് വെച്ചാൽ നല്ല മുരുമുരായിരിക്കും കേട്ടോ ഇത്. ഇനി അടുത്ത് നെക്സ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ തന്നെ. അപ്പോൾ നെക്സ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഓൾറെഡി നമ്മൾ പാന് നല്ലപോലെ തന്നെ ചൂടായി കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതൊന്ന് കുറച്ച് വെള്ളം വെച്ച് ഒന്ന് തുണി വെച്ച് തുടച്ചതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് വീണ്ടും സെയിം ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയും സാമ്പാറും ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് മോർണിംഗ് കുറച്ച് പണികളും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ബെഡ്ഷീറ്റ് മാറ്റുന്ന ദിവസമാണ്. അപ്പോൾ ഞാൻ ബെഡ്ഷീറ്റ് ആഴ്ചയിലൊരു 2 പ്രാവശ്യമൊക്കെ ചിലപ്പോഴൊക്കെ മാറ്റാറുണ്ട്. അധികം ഉഷയാണെങ്കിൽ 2 പ്രാവശ്യം മാറ്റും, അല്ലെങ്കിൽ ഒരു വട്ടമൊക്കെ മാറ്റാറുള്ളൂ.
ബെഡ്ഷീറ്റൊക്കെ ഒഴിച്ച് ബെഡൊന്ന് റെഡിയാക്കുമ്പോൾ തന്നെ നമുക്ക് പകുതി റൂമൊക്കെ ഒന്ന് ക്ലീനായ പോലെ ഫീൽ ചെയ്യാറുണ്ട് അല്ലേ? എനിക്കങ്ങനെയാണ് കേട്ടോ തോന്നാറ്. പണ്ട് ഏറ്റവും മടിയുള്ള സംഭവമായിരുന്നു ഇതൊക്കെ ചെയ്യാൻ. ഇപ്പോൾ ഇതൊക്കെ ഏറ്റവും ഇഷ്ടമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ, വീടൊക്കെ ക്ലീൻ ചെയ്ത് വെക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് ഒരുവിധം എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. രാവിലത്തെ ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് കണ്ടിട്ട് ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, ബൈ.